തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് GRNL MLA. സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് ഗ്രാമീണ മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുക നൽകാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഭരണകക്ഷി എന്ന നിലയിൽ അനുകൂല നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും GRNL പറഞ്ഞു. അതുപോലെ ഗ്രാമീണ റോഡുകളാണെങ്കിലും കുടിവെള്ള പദ്ധതിയാണെങ്കിലും അത്തരത്തിൽ ജനജീവിതത്തെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഈ വിഷയത്തിൽ പ്ലാൻ ഫണ്ടിലുണ്ടായ വെട്ടിക്കുറവ് സ്പില്ലോവറാക്കി കഴിഞ്ഞ ബഡ്ജറ്റിന്റെ അവസാന നാളിൽ നൽകേണ്ടുന്ന പണത്തിന്റെ ആ ബാലൻസ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലുള്ള നടപടിക്ക് പകരം അത് നൽകാൻ കഴിയാത്ത ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. റവന്യൂ കമ്മി ഗ്രാന്റ് കുറവ് വന്ന സമയത്ത് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുക നൽകാതിരുന്നിട്ടില്ലെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. പ്ലാൻ കുറയ്ക്കുക എന്നാൽ എല്ലാ വകുപ്പിലും തുക കുറയ്ക്കുക എന്നതാണെന്നും KN ബാലഗോപാൽ ആരോപിച്ചു. പക്ഷേ ധവളപത്രം പണ്ഡിതന്മാർ ഉൾപ്പെടെ കണക്ക് കൂട്ടി എടുത്ത കണക്കനുസരിച്ച് ഈ വർഷത്തെ പരിഷ്കരിച്ച ബഡ്ജറ്റ് തുക 2,27,000 കോടിയാണ്. അപ്പോൾ LDF ഗവൺമെന്റ് ആകെ പ്രവർത്തിച്ച് പുറകോട്ട് പോയി ബുദ്ധിമുട്ടാക്കി കടമാക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളുകൾ 1,97,000 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റെങ്കിൽ എല്ലാ പരിശോധനയും കഴിഞ്ഞ് ഇപ്രാവശ്യം ശ്രീ VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 2,27,000 കോടി ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ 30,000 കോടിയാണ് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടി. ഇതെന്ന് പറഞ്ഞാൽ 15% വർധന ആക്ച്വൽസിലുണ്ട്. എന്നിട്ടും പറയുന്നത് ആകെ സാമ്പത്തികമായി ഞങ്ങൾ കുഴപ്പത്തിലാക്കുന്ന